Yes, Rashmi, good afternoon. Yes. Yes, Sudisha, Harsha, good afternoon. Okay, let us start. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോ നെറ്റ് പോയതാണ്. അപ്പൊ നെറ്റ് പോയത് കൊണ്ട് നിങ്ങൾക്ക് അന്നേരത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന അതിന്റെ പോയിന്റ് പറയാൻ എനിക്ക് പറ്റിയില്ല. അപ്പോ അന്നേരത്ത് പറയാതിരുന്ന പോയിന്റ് ഇപ്പൊ ആദ്യം പറയാം. ബിൻസി 1 പോയിന്റ്, അർച്ചന 1 പോയിന്റ്, ഷക്കീല 2 പോയിന്റ്, ബിന്ദു യെസ്, ബിന്ദു സത്യൻ 4 പോയിന്റ്, ഹർഷ 8 പോയിന്റ്, അതുപോലെ ശ്രീലക്ഷ്മിക്കും 8 പോയിന്റ്. കേട്ടോ, അന്നേരത്ത് നെറ്റ് പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ അന്നേരത്തെ പറയാതെ ലാസ്റ്റ് 2-3 മിനിറ്റ് ഉണ്ടായിരുന്നു നെറ്റ് വന്നപ്പോൾ. യെസ്, അപ്പൊ നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വിഷയത്തിലോട്ട് വരാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, റിപ്പോർട്ടഡ് സ്പീച്ചിലെ 2 രീതിയിലുള്ള വെർബുകൾ കാണുമെന്ന് പറഞ്ഞു. ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് കാണുന്ന വെർബ്, രണ്ടാമത്തേത് ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് കാണുന്ന വെർബ്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് വരുന്ന വെർബിനെയാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ ആ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിനാണെങ്കിൽ എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ച് തയ്യാറാക്കേണ്ടതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടത്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിനാണെങ്കിൽ. യെസ്, അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇത് നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്. The given sentence is simple present. In reported speech, it should be changed into simple past. Simple past ലോട്ട് മാറ്റിയത്. യെസ്, ഇനി നമുക്ക് വേറെ ഒരെണ്ണം മാറ്റി ചിന്തിക്കാം. യെസ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഴുതിയ അതേ വാചകം തന്നെ ഞാൻ എഴുതുകയാണ്. She said, and ഇൻവെർട്ടഡ് കോമയിൽ എഴുതുകയാണ്, I loved India. She said, I loved India. അപ്പൊ ഓക്കെ, സെഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റൻസിലാണ് വെക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഈ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം അത് ഏത് ടെൻസിനുള്ളതാണ് നമ്മൾ അറിയണം. ഏത് ടെൻസിലാണ്? ആർക്കെങ്കിലും പറയാമോ? ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന ഐ ലവ്ഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഓക്കെ ശ്രീലക്ഷ്മി, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. യെസ്, അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഓക്കെ ബിൻസി, ഓക്കെ ഹർഷ, കറക്റ്റ് ആണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റോട്ട് മാറ്റിയത്. ഇപ്പോ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അങ്ങനെ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ മാറ്റേണ്ടത് എങ്ങോട്ടാണ്? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയത്. ഇങ്ങോട്ട് മാറ്റിയതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റിയത്. യെസ്, അപ്പൊ നമ്മളൊന്ന് ഓർത്തിരിക്കണം പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കണം. അപ്പൊ നമുക്കറിയാം സബ്ജക്റ്റ്, ഹാഡ്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയും. യെസ്, അപ്പൊ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റോട്ട് മാറ്റും. ഓർത്തിരുന്നാൽ മതി.
അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഞാൻ ഒന്നും കൂടി പറയുന്നു. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്. അത് മറക്കാതിരിക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും ഹാഡും പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ബാക്കിയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനുള്ളത് ഹീ ആവും അല്ലെങ്കിൽ അതൊക്കെ കോമൺ ആയിട്ടുള്ളത് അതുപോലെയൊക്കെ തന്നെ. ടെൻസ് മാറുന്നത് ഈ രീതിയിലായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഷീ സെഡ്, അവൾ പറഞ്ഞു. ഐ ലവ്ഡ് ഇന്ത്യ, ഞാൻ ഇന്ത്യയെ സ്നേഹിച്ചു. അപ്പൊ ഇത് കേൾക്കുന്ന ഒരാള് വേറൊരാളോട് പറയുമ്പോ എന്താ പറയാ? അവൾ പറഞ്ഞു അവൾ ഇന്ത്യയെ സ്നേഹിച്ചു എന്ന്. യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഷീ ടോൾഡ് ദാറ്റ് ഷീ ഹാഡ് ലവ്ഡ്. അതാണ് കറക്റ്റ്. ഫസ്റ്റ് പെർഫെക്റ്റോടെ മാറ്റി. ഷീ ഹാഡ് ലവ്ഡ് ഇന്ത്യ. ഓക്കെ ശ്രീലക്ഷ്മി, ഷീ ടോൾഡ് ദാറ്റ് ഷീ ഹാഡ് ലവ്ഡ് ഇന്ത്യ. യെസ്. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയത്. യെസ്. നമുക്ക് അങ്ങനത്തെ ഉള്ള വാചകങ്ങൾ നോക്കാം. ഒരു വാചകം എഴുതിക്കോളൂ. ഷീ സെഡ്. ഇനി ഇതിൽപ്പെട്ട കോമന്റ് എഴുതുക. ഐ ബോട്ട് BOUGHT. I bought a gold chain, GOLD, gold chain for my daughter, DAUGHTER, daughter. Yes, ഞാൻ ഒന്നുകൂടി പറയാം. She said, ഇതിൽപ്പെട്ട കോമന്റ്, I bought a gold chain for my daughter. അവൾ പറയുകയാണ്, ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഒരു സ്വർണ്ണ ചെയിൻ വാങ്ങി. ഇത് കേൾക്കുന്ന ആളെന്ന് പറയണം. അവൾ പറഞ്ഞു അവൾ അവളുടെ മകൾക്ക് വേണ്ടി ഒരു സ്വർണ്ണ ചെയിൻ വാങ്ങിയ. യെസ്. മാറ്റാൻ പറ്റും നോക്കി. യെസ് ലക്ഷ്മി, വെരി ഗുഡ്. യെസ് സുധീഷ, കറക്റ്റ്. യെസ് ബിന്ദു സത്യൻ, കറക്റ്റ്. യെസ് ബിൻസി, കറക്റ്റ്. യെസ്, കറക്റ്റ് ആണ്, കൃത്യമാണ് പറഞ്ഞ എഴുതിയൊക്കെ. അടുത്ത എഴുതിയ എസ് ഹർഷ, കറക്റ്റ്. അടുത്തത് he said. ഇനി ഇവിടെ കോമന്റ് എഴുതാം. യു സ്റ്റഡീഡ്, STUDIED, സ്റ്റഡീഡ് ഇംഗ്ലീഷ് without the help of your teacher, TEACHER, teacher. ഞാൻ ഒന്നുകൂടി പറയാം. യു സ്റ്റഡീഡ് ഇംഗ്ലീഷ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. ഇങ്ങോട്ട് ക്ലോസ് ചെയ്യും. ഓരോട് എഴുതിക്കോ. He said. ഇങ്ങോട്ട് കോമന്റ്. I waited, WAITED, I waited 2 hours, TWO2, 2 hours, HOURS, 2 hours for you, for you. I waited 2 hours for you. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. യെസ്, എഴുതിക്കോളൂ.
Yes. Okay, Srishmi. Yes. Okay, Harsha. Yes. Okay, Kavya. Okay, Binsi. Okay, Srishmi. Okay, Bindu Satyan. Okay, Sudisha. സാധാരണഗതിയില് യെസ് ഓക്കെ ഹർഷ സാധാരണഗതിയില് റിപ്പോർട്ട് സ്പീച്ച് നിൽക്കുമ്പോൾ എല്ലാവരും തെറ്റിച്ചാലും പറയാം പക്ഷെ നിങ്ങളെ കൃത്യമായിട്ട് തെറ്റാണ് പറയുന്നത് കേട്ടോ യെസ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞാൽ പലർക്കും അതൊരു ബാലികേറാമലയാണ് യെസ് അപ്പൊ നമുക്ക് ആദ്യത്തെ യെസ് ഓക്കെ ബിൻസി കറക്റ്റ് ആദ്യത്തിന്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം ഹി സെഡ് യു സ്റ്റഡീഡ് ഇംഗ്ലീഷ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ നീ നിന്റെ ടീച്ചറുടെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു അപ്പൊ എന്ത് പറയും വേറെ ആളോട് പറയുമ്പോ ഞാൻ എന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു അത് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് മൈ ടീച്ചർ ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് മൈ ടീച്ചർ അത് തന്നെ വേറെ രീതിയിൽ കൂടി എഴുതണ്ട ഐ എന്നുള്ളതിന് പകരം വി എന്ന് എഴുതി കഴിഞ്ഞാലും അത് ശരിയാണ് വി കാരണം യു എന്ന് പറഞ്ഞ സിംഗുലർ ആയിട്ടും ഉപയോഗിക്കാം പ്ലൂറൽ ആയിട്ടും അപ്പൊ വി എന്ന് എഴുതി കഴിഞ്ഞാൽ ശരിയാണ് അപ്പൊ വി വെച്ചാൽ നമ്മൾ എഴുതുന്നത് എങ്കിൽ എങ്ങനെ വരും വി ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് അവർ ടീച്ചർ അപ്പൊ മൈനുള്ളത് എന്താക്കണം അവർ എന്നാക്കണം യെസ് അടുത്തത് ഹി സെഡ് ഐ വെയിറ്റഡ് 2 hours ഫോർ യു അവൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി 2 മണിക്കൂർ കാത്തത് അപ്പോ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പറയും അവൻ പറഞ്ഞു അവൻ എനിക്ക് വേണ്ടി 2 മണിക്കൂർ കാത്തു നിന്നു അപ്പോ നമുക്ക് എഴുതാം ഹി ടോൾഡ് ദാറ്റ് ഹി ഹാഡ് വെയിറ്റഡ് 2 hours ഫോർ മീ അത് വേറൊരു രീതിയിൽ കൂടി എഴുതാം ഫോർ മീ എന്നുള്ളതിന് പകരം ഫോർ അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് മീ എന്നും പറയാം അസ് എന്നും പറയാം യെസ് ഓക്കെ അടുത്തത് he said inverted comma you called me CALLED you called me for for morning walk MORNING morning walk you called me for morning walk inverted comma close ചെയ്യാം ഒന്നും കൂടെ പറയാം boys said BOYS boys said inverted comma എഴുതുക we played cricket for the FOR for the
school team, for the school team, T-E-A-T. We played cricket for the school team. You better come across here. Okay. Anyway. Yes. Okay, Harsha. Boys said, we played cricket. We played, P-L-A-Y-E-D, played cricket for the school team. For the school team, T-E-A-T. Yes. Yes, Sudisha. Means, you will mistake. Yes, Rashmi. Upon also the you are going to the Archana, you will tell you mistake on the you will mark up mistake, and then I'll show the word say you are my, mine, and I'm going to work with this. I'll show you. You called me. You called me for a walk. Nee and രാവിലെ നടക്കാൻ വേണ്ടി വിളിച്ചു. അപ്പൊ അയാൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് പറയും? അവൻ പറഞ്ഞു ഞാൻ അവനെ, യെസ് വെരി ഗുഡ് അർച്ചന, ഞാൻ അവനെ നടക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞു. യെസ്. ഓ ശ്രീലക്ഷ്മി, അതിനകത്ത് ബോയ്സ് എന്നാണ്. ബോയ്സ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടുതലാണ്. അപ്പൊ ഹീ വരൂല. അതൊന്നും ശ്രദ്ധിക്കുക. ബോയ് എന്നാണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ബോയ്സ് ആയപ്പോ ഹീ വരില്ല. ക്വസ്റ്റ്യനില് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബോയ്സ് എന്നല്ലേ? ബോയ്സ് സെറ്റ് വി പ്ലേഡ് ക്രിക്കറ്റ് ഫോർ സ്കൂൾ ടീം. യെസ്, രണ്ടാമത്തേലാണ്. ഓക്കെ 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 ഓക്കെ. ആ ഓക്കെ കാവ്യ. ആ ഓക്കെ അർച്ചന. ഓക്കെ ശ്രീലക്ഷ്മി. ഓക്കെ ബിൻസി. യെസ്, your answer is correct. അപ്പൊ നമുക്കിനി അതിന്റെ ആൻസറിലേക്ക് കൊണ്ടുവരാം. He said, you called me for morning walk. നീ എന്നെ പ്രഭാത സവാരിക്കായി വിളിച്ചു. അപ്പൊ എന്ത് പറയും? അവൻ പറഞ്ഞു
ഞാൻ അവനെ പ്രഭാത സവാരിക്കായി വിളിച്ചുവെന്ന്. He told that I had called him. അവിടെ ഹി എന്നുള്ള പോലെ ഷീ എന്നാണെങ്കിൽ ഇവിടെ ഹിമ്മിന് വരെ കയറി വന്നേനെ. ഇപ്പൊ ഇതിനകത്ത് ഐ ഹാഡ് കോൾഡ് ഹിം ഫോർ മോർണിംഗ് വാക്ക്. ഇനി അടുത്തത് ബോയ് സെറ്റ്. വി പ്ലേഡ് ക്രിക്കറ്റ് ഫോർ സ്കൂൾ ടീം. സ്കൂളിന് വേണ്ടി ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. അപ്പൊ നമുക്ക് എന്താ പറയാം? ആൺകുട്ടികൾ പറഞ്ഞു അവർ സ്കൂൾ ടീമിന് വേണ്ടി ക്രിക്കറ്റ് കളിച്ചു. ബോയ് എന്താണെങ്കിൽ അവൻ എന്ന് പറഞ്ഞാൽ മതി. ബോയ്സ് ആയപ്പോ അവർ എന്ന് പറയും. പിന്നെ ആൻസർ എങ്ങനെ വരും? ബോയ്സ് told that they had played cricket for the school team. അടുത്തത് he said. ഇനി ഇൻവെർട്ടഡ് കോമയില് ഹരി HARI ഹരി invited me INVITED invited me for dinner DINNER. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. I will repeat. He said inverted comma ഹരി invited me for dinner. അടുത്തത് സീത സെറ്റ്. ഈ ഇൻവെർട്ടഡ് കോമയിൽ my sister broke broke glasses GLASSES. My sister broke glasses. Yes. Yes, very good. Yes, Lakshmi. Sudhisha, okay. Vinci has a mistake on the correct. Yes, Lakshmi. Okay, Harsha. Yes, Sudhisha. Yes, Archana. Yes, Asha. Very good. Yes, Bindu Suddin. Yes, Archana. Yes, Binsi. Correct.
യെസ്, ഇനി ഞാനൊന്ന് ജസ്റ്റ് മാറ്റി പിടിക്കാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ ടെൻസ് തന്നെ ഹീ സെറ്റ് ഇൻവെർട്ടഡ് കോമയില് when did they come? When did they come? Question mark inverted comma close here. He said, when did they come? Yes, there you go. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു വേർഡ് വിട്ടുപോയിട്ടുണ്ട്. ഒരു വേർഡ് വിട്ടുപോയി. ബാക്കി എഴുതിയ ഒരു വേർഡും കൂടി അതിനകത്ത് പറ്റാം, അത് വിട്ടുപോയി. ബിൽസി, ഇതിനകത്ത് ഒരു ഇരട്ടിപ്പ് വന്നിട്ടുണ്ട്. സുരേഷ്ബി, ഇതിനകത്തും ഒരു ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. യെസ്, അപ്പൊ നേരത്തെ സ്പീഡിനകത്ത് കാണാത്തതുകൊണ്ട് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഹി സെറ്റ്, അവൻ പറഞ്ഞു. വെൻ ഡിഡ് ദേ കം? എപ്പോഴാണ് അവര് വന്നത്? ആ, ഓക്കെ സുധീഷ, കറക്റ്റ്. യെസ് യെസ്, എപ്പോഴാണ് അവര് വന്നത്? അപ്പൊ അവൻ എന്ന് പറയുമ്പോൾ അവൻ വിചാരിക്കും മനസ്സിലാ, രാമൻ പറയണം അവരെപ്പോഴാ വന്നത്. ഇത് ചോദിക്കുന്നത് വേറെ ആളോടാണ്. അപ്പൊ അയാള് ചെന്ന് വേറെ ആളോട് പറയും, അവൻ ചോദിച്ചു അവരെപ്പോഴാ വന്നത്. ആ, ഓക്കെ ഹർഷ, ആ, ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ് മിക്സി. അപ്പൊ നോക്കി, ഡിറ്റ് വന്നു കഴിഞ്ഞാൽ ഡിറ്റ് പാസൻസ് ആണ്. അപ്പൊ ഡിഡ് എന്നുള്ള ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ ഡൺ വല്ല. ആ, ഇത് ചോദ്യമായതുകൊണ്ട് അതിൻ്റെ അത് ഡിഡ് കയറി വന്നിരിക്കുന്നത്. ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസേ ഉപയോഗിക്കുള്ളൂ. നിങ്ങളെ ഞാൻ വഴിയിൽ വെച്ച് കാണുന്നു, അപ്പൊ എവിടെയോ പോയിട്ട് മടങ്ങി വരിക. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുക, വെയർ ഡിഡ് യു ഗോ എന്നാണ്. വെയർ ഡിഡ് യു വെന്റ് അല്ല, വെയർ ഡിഡ് യു ഗോ. അപ്പൊ ഡിഡ് ഇല്ലെങ്കിൽ
പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥമാണെന്ന് വിചാരിച്ചു വേണം. അപ്പൊ ഈ ചോദ്യത്തിന് ഡിഡ് ഉള്ളത് കൊണ്ട് ഡിഡ് പിന്നെ ആ കം എന്ന് പറയുന്ന വേർഡ് കെയും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. വെൻ ദേ കെയും എന്നാണ് ചോദ്യം എന്ന് മനസ്സിൽ വിചാരിക്കണം. അപ്പൊ ഡിഡ് ഇല്ലാതെ വിചാരിച്ചിട്ട് ചെയ്യണം. യെസ്, വെൻ ദേ കെയും എന്നാണ് മനസ്സിൽ വിചാരിക്കുക. അപ്പൊ നമുക്ക് ഏതായാലും ചോദിക്കണം എപ്പോഴാണ് അവര് വന്നത്. അതിനൊരു ആൻസർ ഉണ്ട്. 5 മണിക്ക് വന്നു, 4 മണിക്ക് വന്നു, ആൻസർ ഉണ്ട്. അപ്പൊ നമുക്കൊരു ചോദ്യമാണ്. അപ്പൊ ടോൾഡ് വേണ്ട, ചോദ്യമായതുകൊണ്ട് ചോദിക്കാം. ആസ്ക് കറക്റ്റ്. അത് മിക്കവരും അത് എഴുതിയത്. ദാറ്റ് ഇസ് വെരി ഗുഡ്. ഹി ആസ്ക്ഡ് വെൻ ദേ ഹാഡ് കം. കം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. വെർബിന് കം കെയും കം എന്നാണ്. വെൻ ദേ ഹാഡ് കം എന്നാണ് കറക്റ്റ് ആൻസർ. യെസ്, ആലോചിച്ച് ചെയ്യാം. ഇൻവെർട്ടഡ് കോമ എഴുതി. ഇൻവെർട്ടഡ് കോമ. Why didn't you come in the morning? Why didn't you come in the morning? Why didn't you come in the morning, comma, Pradeep, P-R-A-D-W-E, Pradeep. Inverted comma close ചെയ്യാം. ഞാൻ ഒന്നുകൂടി വായിക്കാം. Why didn't you come in the morning, Pradeep, question mark, പിന്നെ inverted comma close ചെയ്യാം. Okay. Asked the teacher. ASKED. Asked the teacher. Yes. Yes, Sureshmi. Why didn't you come in the morning? പ്രദീപേ, നീ എന്തുകൊണ്ട് രാവിലെ വന്നില്ല? ടീച്ചർ ചോദിച്ചു. അപ്പൊ എങ്ങനെ വേണം? ടീച്ചർ പ്രദീപിനോട് ചോദിച്ചു അവൻ എന്തുകൊണ്ട് രാവിലെ വന്നില്ല എന്ന്. ശാന്തിരാജ് ഒരു വാക്കുകൂടി അത് വിട്ടുപോയിട്ടുണ്ട്. യെസ്. ഓക്കെ. ഇതൊരു വാക്ക് വിട്ടുപോയി. ശാന്തിരാജ് ഒരു വാക്ക് കൂടി വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ ഹർഷ. യെസ്. ബിൻസി. കറക്റ്റ്.
രണ്ട് രീതിയിൽ ഇത് എഴുതാം. യെസ്. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം അല്ലെ. നോക്കി, ചോദ്യം ഇതായിരുന്നു. ഓക്കെ ശാന്തിരാജ്, ഓക്കെ ഓക്കെ. അപ്പൊ ഈ വന്നപ്പോ ശരിയായി. ഓക്കെ, ചോദ്യത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. വൈ ഡിഡ്ന്റ് യു, ഓക്കെ ശാന്തി, വൈ ഡിഡ്ന്റ് യു കം ഇൻ ദ മോർണിംഗ്? എന്തുകൊണ്ട് പ്രദീപ് രാവിലെ വന്നില്ല? അത് പ്രദീപിനോട് ടീച്ചർ പറയാം. ഇത് കേൾക്കുന്ന ആൾക്ക് പറയാം, ടീച്ചർ പ്രദീപിനോട് ചോദിച്ചു എന്തുകൊണ്ട് അവൻ രാവിലെ വന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടീച്ചർ ആസ്ക്ഡ് പ്രദീപ്, ആസ്ക് എൻക്വയറി ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, അന്വേഷിച്ചു പ്രദീപ്. വൈ ഹി, ഓക്കെ അർച്ചന, വൈ ഹി ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. ശരിയാണ്. വൈ ഹി ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. യെസ്. അപ്പോൾ നമ്മളിവിടെ ചോദ്യം, ശരി. ഇപ്പൊ ടീച്ചർ ആസ്ക്ഡ് പ്രദീപ്, ആ പ്രദീപ് എന്നുള്ള വേടില്ലേ, അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. മാറ്റിയിട്ട് പകരം ആ ഹീ വെച്ചിട്ടില്ലേ, അവിടെ കൊണ്ടുപോയി വെച്ചിട്ടും ഇത് എഴുതാം. വേറൊരു രീതിയിലൂടെ നമുക്ക് എഴുതാം. അപ്പൊ അതെങ്ങനെ എഴുതാന്ന് നോക്കി. ദ ടീച്ചർ ആസ്ക്ഡ്, അത്രേ ഉള്ളൂ. ടീച്ചർ ആസ്ക്ഡ് വൈ പ്രദീപ് ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. അങ്ങനെ എഴുതാം. വൈ പ്രദീപ് ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. പ്രദീപ് നമുക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ആദ്യത്തിൽ പ്രദീപിനോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് വിടാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ നമ്മൾ പ്രദീപിനോട് പറയുന്നതല്ല, ടീച്ചർ പറഞ്ഞു. പിന്നെയാണ് പ്രദീപ് എന്തുകൊണ്ടാണ് വൈകി വന്നത്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. പിന്നെ ആദ്യത്തെ ആൻസർ ഞാൻ വായിക്കാം. ദ ടീച്ചർ ആസ്ക്ഡ് പ്രദീപ് വൈ ഹി ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. രണ്ടാമത്തെ ആൻസർ ഇതാണ്. ദ ടീച്ചർ ആസ്ക്ഡ് വൈ പ്രദീപ് ഹാഡ് നോട്ട് കം ഇൻ ദി മോർണിംഗ്. വൈ പ്രദീപ് ഹാഡ് നോട്ട് കം ഇൻ ദി മോർണിംഗ്. യെസ്, ഓക്കെ. ഇത് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക. ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക. ഈ രണ്ട് കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Yes. യെസ്. അപ്പൊ നമ്മള് മൂന്ന് ലെറ്റർ വരുന്ന വാക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. 3 ലെറ്റേഴ്സ് ആൻസറിൽ 3. യെസ് യെസ് യെസ്, 3 ലെറ്റർ വരുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ ശ്രീലക്ഷ്മി. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ നമ്മള് ഓക്കെ ഹർഷ. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ നമ്മള് അതിന്റെ 2 വിട്ടുപോയിട്ടുണ്ട്. സമയം പോയപ്പോ നമ്മൾ നിർത്തിപ്പോയതാണ്. അപ്പൊ അത് പേര് ചോദിക്കാം ആദ്യം. അപ്പൊ അതിന്റെ ബാലൻസ് ആണ്. അപ്പോ ഉത്തരത്തില് 3 വേർഡുകളെ വരാൻ പാടില്ല ആൻസർ ആയിട്ട്. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് കമ്പൈൻ 2 things to make it one. To make a mix എന്ന് പറഞ്ഞു. മിക്സ്. യെസ്, ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. മൂവ്, MOVE, മൂവ് at a speed faster than walking.
move at a speed faster than ബാക്കി സുധീഷ, ബിൻസി, ഷെറിൻ. സുധീഷ, ബിൻസി, ഷെറിൻ. കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആൻസർ ആണ്. റൺ, യെസ്, faster than walking, that is run. Yes. അടുത്തത് സിമ്പിൾ ആണ്. ഓപ്പോസിറ്റ് ഓഫ് സ്മോൾ. ശ്രീലക്ഷ്മിക്ക് മുകളിൽ ആരൊക്കെയുണ്ടായിരുന്നു? ശ്രീലക്ഷ്മിക്ക് മുകളില് ശ്രീലക്ഷ്മി ഒരാളെ പേരുണ്ട്, ശാന്തിരാജ് അല്ലെ? ശാന്തിരാജ്. പിന്നെ ഒരാളുണ്ടാവില്ല, കാവ്യ. ശാന്തിരാജ്, കാവ്യ. യെസ്, ഓക്കെ 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 ഓക്കെ, ശരിയാണ്. ദ ആൻസർ ഈസ് ബിഗ്. അടുത്തത് ഒരു എക്സ്പ്ലനേഷൻ ആണ്, അതിന്റെ വൺ വേർഡ് എന്ന് പറഞ്ഞാൽ മതി. സേ, SAY, സേ. Say something in order to obtain, OBTI. Say something in order to obtain an answer. മൂന്ന് പേര് ഉണ്ടാവാൻ പാടുള്ളൂ. 3 ലെറ്റർ പറയാമോ? ക്വസ്റ്റ്യൻ പറയുമ്പോൾ എത്ര പേര്? 6 ആയില്ലേ? ടെല്ലല്ല. ഓ, ഇത് ഷെറിൻ, ശ്രീലക്ഷ്മി, ഹരിത, ഹർഷ. ഷെറിൻ, ശ്രീലക്ഷ്മി, ഹർഷ അല്ലേ വിനോദൻ? ഹർഷ. യെസ്, ഓക്കെ ഓക്കെ. അതായത് ചോദിക്കാന്ന് പറയുന്നത്. ഓക്കെ, ചോദിക്കുമ്പോഴാണ് ആൻസർ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ പറയാന്നാണ്, ചോദിക്കാന്നല്ല. യെസ്, ഞാൻ അല്പസമയം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഉത്തരം കറക്റ്റ് ആയിട്ട് വന്നില്ല എങ്കിൽ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിൽ വാക്ക് പല പ്രാവശ്യം ഉപയോഗിച്ചു എന്ന് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴൊക്കെ വന്നു. യെസ്, അടുത്തത് സിമ്പിൾ ആണ്. ടു കുക്ക്, COOK, കുക്ക് ഇൻ ഹോട്ട്, HOT, ഹോട്ട് ഓയിൽ. To cook in hot oil. Sherin, Sudhisha, Srirashmi. Sherin, Sudhisha, Srirashmi. Harsha. Yes, okay. Yes, fry ആണ്, fry. Pan അല്ല, fry. അതിന് ചെയ്യുന്ന പ്രോസസ് അല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ഫ്രൈ ആണ്. അടുത്തത് എക്സ്പ്ലനേഷൻ ആണ്. എ വെൽ ഷേപ്ഡ്, SHAPED, വെൽ ഷേപ്ഡ് കവറിംഗ് ഫോർ ഹെഡ്, HEAD, ഹെഡ്. വെൽ ഷേപ്ഡ് കവറിംഗ് ഫോർ ഹെഡ്. സുധീഷ, ഷെറിൻ, ഹർഷ. സുധീഷ, ഷെറിൻ, ഹർഷ. യെസ്, ബിന്ദു സത്യൻ, കറക്റ്റ് ആൻസർ ആണ്. ക്യാപ്പ് എന്ന് പറയാം, ഹാറ്റ് എന്ന് പറയാം, വാട്ട് എവർ മേ ബി, കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് അതൊന്നും ഒരു എക്സ്പ്ലനേഷൻ ആണ്, കണ്ടുപിടിക്കുക. എ മിക്സ്ചർ ഓഫ്, MIXTUR, a mixture of gases that moves around us. Sudhisha, Kavya, Srirashmi. Sudhisha, Kavya, Srirashmi. Correct answer ആണ്, correct answer ആണ്. Air. Yes, very good, very good, very good. Yes. അടുത്തത് ഞാനൊരു മിസ്പ്രിന്റ് ആയ ഒരു സ്പെല്ലിംഗ് പറയാം. അത് നിങ്ങളൊന്ന് കറക്റ്റ് ആക്കിയാൽ മതി. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഞാൻ പറയാൻ പോകുന്ന എല്ലാ മിസ്പ്രിന്റ് ആയിട്ടുള്ള സ്പെല്ലിങ്ങുകളുടെയും കറക്റ്റ് ആക്കുമ്പോൾ ആദ്യത്തെ വേർഡ് പി ആയിരിക്കണം. പി, പോലീസ്, പി. പിയിൽ ആരംഭിക്കണം. വേറെ ക്ലൂ ഒന്നുമില്ല, പിയിൽ ആരംഭിക്കണം. യെസ്. ചോദ്യം ഇതാണ്, ക്യാപിറ്റലിൽ വേണമെങ്കിൽ അകത്തിരുത്തിയിരിക്കോ. എ കെ സി പി. ശ്രീലക്ഷ്മി, ബിന്ദു, സത്യൻ, ശാന്തിരാജ്. ശ്രീലക്ഷ്മി, ബിന്ദു, സത്യം വന്നിട്ടില്ല അല്ലെ? ബിന്ദു സത്യൻ ആൻഡ് ശാന്തിരാജ്. കറക്റ്റ് ആൻസർ ആണ്. പാക്കാണ്. ബിന്ദു സത്യം വന്നിട്ടുണ്ട? ഇല്ല. ബിന്ദു ബിൻസിയില വന്നേക്കണേ. നമുക്ക് വന്നേക്കണ സുധീഷ, ബിൻസി, ഷെറിൻ, ശ്രീലക്ഷ്മി, ശാന്തിരാജ്, കാവ്യ, ഹർഷ, ബിന്ദു. യെസ്. അടുത്തത് ഇതേ ചോദ്യത്തിന്റെ കൂടുതൽ വരുന്നതാണ്. പി ഐ എൻ എ. ശ്രീലക്ഷ്മി, ശാന്തിരാജ്, സുധീഷ. ശ്രീലക്ഷ്മി, ശാന്തിരാജ്, സുധീഷ. ബിന്ദു ഉണ്ടല്ലേ? യെസ്, ബിന്ദു സത്യം. ഓക്കെ, കറക്റ്റ് 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 കറക്റ്റ്. യെസ്, കറക്റ്റ് ആൻസർ ആണ് പി. ഓക്കെ ഓക്കെ, ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. യെസ് 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 യെസ്. അടുത്തത് ഇ എൽ ഇ പി. ശ്രീലക്ഷ്മി, സുധീഷ, സുധീഷ, ബിന്ദു സത്യൻ അല്ലേ? ശ്രീലക്ഷ്മി, സുധീഷ, ബിന്ദു സത്യൻ. ഹർഷയുണ്ട്. വെരി ഗുഡ് ഹർഷ. യെസ്. ഓക്കെ 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 ഓക്കെ, ഹർഷപ്പെടുത്തിയിട്ടുണ്ട്. യെസ്, പി. തൊലി കളയുക എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കുകയാണ്. അടുത്തത് കെ എ ആർ പി. ബിന്ദു സത്യൻ, ഷെറിൻ, സുധീഷ. ബിന്ദു സത്യൻ, ഷെറിൻ, സുധീഷ. യെസ്, the answer is park. Yes, okay 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 okay. അടുത്തത് എച്ച് എൻ പി ഒ ഇ. സുധീഷ, ശാന്തിരാജ്, ശ്രീലക്ഷ്മി. സുധീഷ, ശാന്തിരാജ്, ശ്രീലക്ഷ്മി. ഫോറാണ് കറക്റ്റ് ആൻസർ. ആൻസർ ഈസ് ഓക്കെ സമീറ. ഹർഷമുണ്ട്. യെസ്, വെരി വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, എനിക്ക് തോന്നുന്നത് ഭയങ്കര എളുപ്പമെന്ന് തോന്നുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദ്യം ഒന്നും മാറ്റി പിടിക്കുന്നേ. ഇത് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി വരും. യെസ്, ഒന്ന് ആലോചിക്കാൻ പോലും നിങ്ങൾക്ക് സമയം വേണ്ട. അപ്പൊ ചോദ്യം ഒന്നും മാറ്റിയാണ്. അപ്പൊ ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ പറയുമ്പോൾ ആ ആൻസർ എന്ത് വേണമെങ്കിലും ആവാം. തുടക്കം വരുന്നത് വേണമെന്നാ, അല്ലെങ്കിൽ 3 അക്ഷരം വേണമെന്നാ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പകരം വേറൊരു കണ്ടീഷനാണ്. നിങ്ങൾ പറയുന്ന ആൻസറിൽ 2 ടി ഉണ്ടാവണം. ടി ടി, അത് അരികത്തരികത്തായിരിക്കണം. ഒരു സ്ഥലത്ത് ഒരു ടി, വേറെ സ്ഥലത്ത് അങ്ങനെയല്ല. ടി ടി എന്നുള്ള വേർഡ് അരികത്തും ഉണ്ടാവും. ഇത്ര നിങ്ങൾക്ക് പറയാം. 2 ടി അടുത്തടുത്ത് ടി ടി എന്ന് പറഞ്ഞു. യെസ്, നമ്മൾ പറയില്ലേ? വേണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് അത് ഇതിൻ്റെ അതൊക്കെ വരുന്ന വാചകമാണ്. അപ്പൊ അതിന്റെ പേരിൽ അത് പറയുന്നില്ല. യെസ്, 2 ടി വേണ്ട കേട്ടോ. ചോദ്യം ഇതാണ്, ഒരു എക്സ്പ്ലനേഷൻ പറയാം. ഫാസ്റ്റൻ, FASTEN, ഫാസ്റ്റൻ സംതിങ്
to something else. Fasten something to TO. Something else. ഇഷ്ടമുള്ള വാക്ക് നിങ്ങൾക്ക് പറയാം. 2 T ഉണ്ടാവുന്നത് മാത്രമല്ല. ഇത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ആപ്ലിക്കേഷനൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ അപ്പൊ വരുന്നൊരു വേർഡാണിത്. ഓക്കെ. ഒരുമിച്ച് ടി. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്. പക്ഷെ ഒരു ടി കഴിഞ്ഞിട്ട് അടുത്ത ടി അതിന്റെ കൂടെ കൊടുത്താൽ ആ വേർഡിൽ എവിടെയെങ്കിലും 2 T എന്നല്ല, ടി വന്നത്. അപ്പൊ നടുക്കായാലും കുഴപ്പമില്ല. ഓക്കെ പറയാം. ഫാസ്റ്റൻ, FASTN, fasten something to something else. Fasten. അതല്ല അർച്ചന. യെസ്, സുധീഷ, കറക്റ്റ് ആൻസർ. സുധീഷ, ശാന്തിരാജ്, അർച്ചന. സുധീഷ, ശാന്തിരാജ്, അർച്ചന. അർച്ചന വന്നിട്ടില്ല അല്ലെ? അർച്ചന. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഇപ്പൊ പഠിക്കിട്ടില്ലേ? അറ്റാച്ച്. നമ്മുടെ ആപ്ലിക്കേഷൻ അയക്കുമ്പോ ഐ ഹിയർ ബൈ അറ്റാച്ച് ദ ഡോക്യുമെന്റ്സ് ഓഫ് മൈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ എഴുതാറില്ലേ? അറ്റാച്ച്. മനസ്സിലായില്ല? ATTCH 2 T അതിന്റെ അത് വന്നു. യെസ്, ഓക്കെ. അപ്പൊ ഓക്കെ, നിങ്ങൾ എത്ര നേരം ക്വസ്റ്റ്യൻ പിടിയിട്ടാണ്ടിരിക്കുക. യെസ്, ഇപ്പൊ ക്വസ്റ്റ്യന്റെ മോഡൽ പിടികിട്ടി. ചോദ്യം അടുത്തതാണ്. ഇതേപോലെ എക്സ്പ്ലനേഷൻ ആണ്. Take aggressive military actions. Take aggressive military. Sherin, Archana, Shandiraj. Sherin, Archana, Shandiraj. Attend attack. ഈ ചോദ്യം മുഴുവനായിട്ടില്ല. മിലിറ്ററി ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരം വന്നു. എങ്കിലും ഞാൻ ചോദ്യം ഒന്ന് മുഴുവനാക്കാം. ചോദ്യം ഇതായിരുന്നു: ടേക്ക് അഗ്രസീവ് മിലിറ്ററി ആക്ഷൻസ് എഗൻസ്റ്റ് ആൻ എനിമി വിത്ത് വെപ്പൺസ്. ഇതാണ് ചോദ്യം. യെസ്. അടുത്തൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. When you drop a piece, PIEC, piece, Kashna. When you drop a piece of glass, it dash. Yes, Sudhisha, Bindu Satyan, Harsha. Sudhisha, Bindu Satyan, Harsha. സ്കാറ്റർ എന്ന് പറയാം, ഷാറ്റർ എന്ന് പറയാം. അർച്ചനയുണ്ട്. യെസ്, എന്തുകൊണ്ടെങ്കിലും പറയാം. യെസ്, ഓക്കെ. അർച്ചന പിടിച്ചിരുന്നു. ഓക്കെ. ചിതറുന്നു എന്ന അർത്ഥത്തിലാണ്. അടുത്തത് എ സ്മോൾ flat, round object. A small, flat, round object often found, OFT, often found on clothing, CLOTH, often found on clothing. Kavya, Vinci, Sudhisha. Kavya, Vinci and Sudhisha. ഞാൻ ഉദ്ദേശിച്ച ആൻസർ അതായിരുന്നില്ല, പക്ഷെ അതും ആൻസർ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് അത് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ആൻസർ ലെറ്റർ ആണ്. ഇപ്പൊ ബനിയൻ അതുപോലെ ക്ലോത്തിങ്ങിന്റെ മുകളിൽ ലെറ്റേഴ്സ് വരും. ലെറ്റർ
തെറ്റായി. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അപ്പൊ മാർക്ക് പറയാം. യെസ്, അപ്പോ ബിൻസി 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കാവ്യ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അർച്ചനയ്ക്കും 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ബിന്ദു സത്യന് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, അടുത്തത് ഹർഷക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ്. ശാന്തിരാജിനും 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഷെറിനും 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഷെറിനും ശാന്തിരാജും ഹർഷയും വെങ്കല മെഡലിന് അർഹരായിട്ടുണ്ട്. യെസ്, ശ്രീലക്ഷ്മിക്ക് റണ്ണറപ്പ് 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സുധീഷ, യെസ്, യു ഗോട്ട് ഫസ്റ്റ് 11 പോയിന്റ്. 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, ഓക്കെ. We will meet in the next class with the next form of reporter speech. Okay, bye.